അപ്പൊ എന്റെ കൂട്ടുകാരികളെല്ലാം എന്നെ കാത്തിങ്ങനെ ഇരിക്കുകയാണല്ലേ. ഇന്ന് ഒരു സ്പെഷ്യലുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഒരു വെണ്ടയ്ക്ക പച്ചടി. വെണ്ടയ്ക്ക പച്ചടി എല്ലാ വീട്ടുകളിലും ഈ സദ്യ അല്ലെങ്കിൽ കല്യാണ സദ്യക്കൊക്കെ എപ്പോഴും ഉണ്ടായിരിക്കുന്ന എപ്പോഴും ഉള്ള ഒരു വിഭവമാണ് വെണ്ടയ്ക്ക പച്ചടി. അപ്പൊ സാധാരണ ഈ നമ്മളെ പോലെ പാചകമൊക്കെ പഠിച്ചിങ്ങനെ പയറ്റി വരുന്ന പെൺകുട്ടികൾക്കൊക്കെ വളരെ ഈസി ആയിട്ട് ഒരു കറി ഉണ്ടാക്കാൻ പറ്റും. അതിലൊന്നാണ് വെണ്ടയ്ക്ക പച്ചടി. അതുപോലെ വലിയ പാടൊന്നുമില്ല, വളരെ എളുപ്പത്തിൽ. ഇപ്പൊ കുറച്ച് ഗസ്റ്റ് ഒക്കെ വന്ന് ഒന്ന് എളുപ്പത്തിൽ എന്തെങ്കിലും കറി ഉണ്ടാക്കാം. നമുക്ക് മോര് കാച്ചി ഇതുണ്ടാക്കാം എളുപ്പം, ഈ വെണ്ടയ്ക്ക പച്ചടി ഉണ്ടാക്കാം. അപ്പൊ പച്ചടി എല്ലാ കറികളിൽ നിന്ന് വെച്ച് ഒരു വ്യത്യസ്തതയുള്ള കറിയാണ്. അപ്പം ഈ വെണ്ടയ്ക്ക പച്ചടിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: വെണ്ടയ്ക്ക ഇതിങ്ങനെ വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതിനി കുറച്ചും കൂടെ നീളത്തിൽ വേണമെങ്കിൽ അരിഞ്ഞ് ഒരു 4 വെണ്ടയ്ക്കയോളം. പിന്നെ തേങ്ങ ചെരുകിയത് 1 മുറി തേങ്ങയാണ് ഞാൻ ചെരുകി വെച്ചിരിക്കുന്നത്. തൈര് 1 കപ്പ്, കടുക് താളിക്കാനുള്ള കടുക്, കറിവേപ്പില, ചുവന്നുള്ളി, വറ്റൽമുളക്, പാകത്തിന് ഉപ്പ്, ജീരകം. അപ്പൊ ആദ്യം എന്താ ചെയ്യേണ്ടത്? നമ്മള് ഈ പച്ചടിക്ക്, അതായത് വെണ്ടയ്ക്ക പച്ചടിക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങാക്കൂട്ട് നമുക്ക് അരയ്ക്കാം. അതായത് 1 മുറി തേങ്ങയും ഒരു 2 ചുവന്നുള്ളി മതിയോ. അപ്പൊ ഇത്ര വലുതാണെങ്കിൽ ഇത്ര, ചെറുതാണെങ്കിൽ ഒരു 4. അപ്പൊ അതറിയാലോ. എന്തായാലും 2 ചുവന്നുള്ളി, 1 ടീസ്പൂൺ ജീരകം പൊടിച്ചത്. അപ്പം മെയിൻ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയന്റ് ആണ് നമ്മുടെ വെണ്ടയ്ക്ക പച്ചടിയിൽ ജീരകം പൊടിച്ചത്. അപ്പൊ നമുക്ക് 1 മുറി തേങ്ങ ചിരകിയത്, 1 മുറി തേങ്ങ ചിരകിയത്, 2 ചെറിയ ഉള്ളി, 1 ടീസ്പൂൺ ജീരകം. അപ്പൊ സ്വല്പം വെള്ളം ചേർത്ത്, അധികം വെള്ളം വേണ്ട, നമുക്ക് ആ നല്ല കുറുകുറുപ്പായിട്ടിരിക്കണം ആ ഗ്രേവി. അപ്പൊ ഇത് നമുക്ക് ഈ തേങ്ങയും ജീരകവും ചുവന്നുള്ളിയും കൂടെ ചേർത്ത് നമുക്കത് അരച്ചെടുക്കാം. ശരിക്കും പറഞ്ഞാൽ ഈ കറിക്ക് രുചി വരുന്നത് നല്ല അമ്മിക്കല്ലിലൊക്കെ ഇട്ട് അരച്ച് ഈ തേങ്ങാക്കൂട്ട് എടുക്കുന്നതാണ്. അപ്പൊ നമ്മളെ പോലുള്ളവര് ഒന്നാം തരം കുഴിമടിച്ചുകളായതുകൊണ്ട് നമുക്ക് മിക്സിയെ ആശ്രയിക്കാം. അറിഞ്ഞൊന്ന് നോക്കാം നമുക്ക്. ഇല്ല, നമുക്കൊരു സ്വല്പം വെള്ളം കൂടെ ആവശ്യമാണ്. അപ്പൊ ഈ തേങ്ങാക്കൂട്ടിലേക്ക് നമ്മൾ ഈ പറഞ്ഞ പോലെ ശകലം മഞ്ഞൾപ്പൊടി ചേർക്കുകയാണെങ്കിൽ ഈ വെണ്ടയ്ക്ക പച്ചടി മഞ്ഞ കളറിലിരിക്കും. ഇപ്പൊ നമുക്ക് അതൊരു വേറൊരു ടേസ്റ്റും കൂടെ. അപ്പൊ നമ്മുടെ വെണ്ടയ്ക്ക പച്ചടിയുടെ തേങ്ങാക്കൂട്ട് നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മള് എന്താ ചെയ്യേണ്ടത്? ഈ 1 കപ്പ് തൈര് നമ്മൾ ആദ്യമേ എടുത്ത്, തൈര് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഈ തൈര് എടുത്ത് വെച്ചതിലേക്ക് നമുക്ക് ഈ തേങ്ങയും ജീരകവും ചുവന്നുള്ളി അരച്ചതും കൂടെ അതിലേക്ക് നമുക്ക് ചേർക്കാം. അപ്പൊ എന്താ ഈ വെണ്ടയ്ക്ക നമ്മൾ വഴറ്റിയിട്ടുണ്ട്. വെണ്ടയ്ക്ക വഴറ്റിയിട്ട് നമ്മൾ ഈ തേങ്ങ, ചിലപ്പോ തേങ്ങയും കൂടെ ഇട്ട് ജസ്റ്റ് ഒന്ന് ചൂടാകും. ചിലപ്പോ അത് ആ ഒരു എന്താ പറയുക, ആ കളറിനൊരു ചെറിയ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്, രുചിക്കും വ്യത്യാസം വരും. അപ്പൊ ഇങ്ങനെ ആകുമ്പോൾ നല്ല ഫ്രഷ് ആണ് ഈ വെണ്ടയ്ക്ക പച്ചടി. അപ്പൊ നമ്മുടെ ഈ എന്താ പറയുന്നത്, ഈ തൈരിലേക്ക് നമ്മൾ തേങ്ങയും ജീരകവും 2 ചുവന്നുള്ളിയും കൂടെ അരച്ചത് ഈ തൈരിലേക്ക് നമ്മൾ ചേർത്ത് ഒന്ന് ചെറുതായിട്ട് ഇളക്കി വെക്കുക. അപ്പം ഈ സമയം കൊണ്ട് എന്താ ചെയ്യേണ്ടത്? നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക നമുക്ക് വഴറ്റിയെടുക്കാം. വെണ്ടയ്ക്ക വഴച്ചാൻ വേണ്ടിയിട്ട് മാത്രം ആവശ്യത്തിന് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ മതിയാവും. ഇനി ഈ വെണ്ടയ്ക്ക ഇട്ട് നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഈ വെണ്ടയ്ക്ക പച്ചടി ഇപ്പൊ ഞാൻ പറയുന്ന പോലെ നോൺ സ്റ്റിക്കിലൊക്കെ ഉണ്ടാക്കുന്നതിൽ രുചി ഇരുമ്പ് ചീനച്ചട്ടിയിലോ അലുമിനിയം ചീനച്ചട്ടിയിലൊക്കെ ഉണ്ടാക്കുന്നതാണ് രുചി ഏറ്റവും നല്ല. ആകെ നമ്മള് ഈ തേങ്ങ എല്ലാം കൂടെ കൂട്ടി നമ്മള് ഒന്ന് വഴറ്റിയെടുക്കുവാണെങ്കിൽ ചട്ടിക്കകത്ത് വെക്കുന്നതായിരിക്കും അതിലും രുചി. നമ്മുടെ വെണ്ടയ്ക്ക ഏകദേശം ഒന്ന് വഴണ്ടു വരുന്നിട്ടുണ്ട്. നമ്മൾ ഒരു കാര്യം, ഒന്നിലും നമ്മളിപ്പോ ഉപ്പ് ചേർത്തിട്ട് ഉപ്പ് അവസാനം ചേർത്താൽ മതി. എന്നാലും വെണ്ടയ്ക്ക ഒന്ന് എളുപ്പം, എന്ത് താനാണ് സവാള ആണെങ്കിൽ എന്ത് എളുപ്പം ഫ്രൈ ചെയ്ത് വരണമെങ്കിൽ നമുക്കൊരു നുള്ള ഉപ്പിട്ട് കൊടുത്താൽ മതി. അത് എളുപ്പം മൂത്തോളും. അപ്പൊ എന്ത് സാധനമാണെങ്കിലും നമ്മളത് വഴച്ചുവാണെങ്കിൽ ഒരിച്ചിരി ഉപ്പിട്ട് കൊടുത്താൽ അത് എളുപ്പം
മൊരിഞ്ഞു വന്നോളും. അപ്പൊ വെണ്ടയ്ക്ക പച്ചടിക്ക് ഈ മെഴുക്കുവരട്ടി പോലെയല്ല, ഇച്ചിരി ഒന്ന് വെണ്ടയ്ക്ക മൊരിഞ്ഞു വരണം. അപ്പൊ രാവിലെ എണീറ്റ് ഓഫീസിൽ പോകുന്ന അമ്മമാരൊക്കെ കാണും. ഇച്ചിരി തൈരുണ്ടെങ്കിൽ അതൊരു വേറൊരു വിഭവമായില്ല നമുക്ക് രാവിലെ വലിയ പാടൊന്നുമില്ല, എളുപ്പം. ഇത് വലിയ സമയമൊന്നും ഉണ്ടാക്കാൻ ഒത്തിരി സമയം അധികം ആവശ്യമില്ല നമുക്ക് ഈ ഒരു വെണ്ടയ്ക്ക പച്ചടി ഉണ്ടാക്കാനായിട്ട്. നമ്മുടെ വെണ്ടയ്ക്ക നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിന് വേണം വെണ്ടയ്ക്ക പച്ചടിയുടെ വെണ്ടയ്ക്ക നമ്മൾ ഇത്രയും പരുവത്തിന് വേണം മൊരിച്ചെടുക്കാൻ. ഇനി ഇത് അതുപോലെ തന്നെ തൈരും തേങ്ങ എടുത്തു വെച്ചിരിക്കുന്ന അരച്ചു വെച്ചിരിക്കുന്ന തൈരിലെയും തേങ്ങയുടെ കൂട്ടിലേക്ക് ഈ വെണ്ടയ്ക്ക നമുക്കിടണം. അപ്പൊ ഇനി എന്താ അടുത്ത് ചെയ്യേണ്ടത്? നമുക്ക് കടുക് താളിക്കാൻ നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള എണ്ണ. ഈ വെണ്ടയ്ക്ക നമ്മള് നന്നായിട്ട് വഴറ്റി നേരെ എന്താ പറഞ്ഞ ഈ തേങ്ങയുടെ കൂട്ടിലും തൈരും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ കൂട്ടിലേക്ക് നമ്മള് ഈ വെണ്ടയ്ക്ക വഴറ്റിയത് ഇട്ട് ഞാൻ അത് തൊടാതെ തന്നെ മാറ്റി വെച്ചിരിക്കുക. ഇനി കടുക് താളിച്ചതിന് ശേഷം മാത്രം അത് കാര്യമായിട്ടൊന്ന് ഇളക്കിയാൽ മതി. എണ്ണ നല്ല ചൂടായി, നമുക്കിതിലേക്ക് കടുക് പൊട്ടിക്കാം. ഈ കടുക് താളിക്കുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവം. ഇനി ചുവന്നുള്ളി അരിഞ്ഞത്, ഒരു 3 വറ്റൽമുളക്, ഇതൊന്ന് പാകത്തിന് എടുക്കാറാവുമ്പോ മാത്രം കരിവേപ്പില ഇട്ട് ഉടനെ നമ്മൾ എടുക്കുക. കാരണം കരിവേപ്പിലയുടെ ആ പച്ച നിറം പോകാൻ പാടില്ല. ഇനി ശകലം കരിവേപ്പിലയും കൂടെ ഇട്ട് നേരെ എന്ത് ഭക്ഷണം ഉണ്ടാക്കിയാലും കടുക് താളിച്ചു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് മൂടി വെക്കുക. അത് ആരും തന്നെ അത് ചെയ്യാറില്ല. അതിന്റെ മെയിൻ കാര്യം എന്ന് വെച്ചാൽ ഈ കടുക് താളിച്ച ഉടനെ അതിന്റെ ആ മണവും ആ കടുകിന്റെ ആ ഒരു സ്വാദും എല്ലാം ഈ കറിയിലേക്ക് ഇറങ്ങണം. അപ്പൊ എന്ത് ഭക്ഷണം ഉടൻ തന്നെ കടുക് താളിച്ചതിന് ശേഷം നമ്മൾ മൂടി വെക്കുക. അപ്പൊ അതിന്റെ മൊത്തം ആ രുചി ഈ വെണ്ടയ്ക്ക പച്ചടിയിലോട്ട് ഇറങ്ങും. നമ്മുടെ വെണ്ടയ്ക്ക പച്ചടി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പം നമ്മുടെ വെണ്ടയ്ക്ക പച്ചടി റെഡിയാണ്. അപ്പൊ വെണ്ടയ്ക്കയ്ക്ക് ഞാൻ വഴറ്റിയപ്പോൾ ലേശം നേരത്തെ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഉപ്പ് കൂടുന്നത് ആരോഗ്യത്തിന് ഹാനികരം. അപ്പം ഇനിയും ഉപ്പ് വേണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഇനിയാണെങ്കിലും ഉപ്പ് ചേർക്കാം. അപ്പൊ ഇത് തന്നെ ധാരാളം. അപ്പൊ എന്തായാലും ഈ വെണ്ടയ്ക്ക പച്ചടി എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. എല്ലാവരും